കാലമേ സാക്ഷിയാകൂ, സമരാങ്കണങ്ങളെ ഉയർത്തെഴുന്നേൽക്കൂ, ഇതാ ചരിത്രം വിടവാങ്ങുന്നു. ഒരു നൂറ്റാണ്ടിൻ്റെ സമരജീവിതം രണ്ടക്ഷരങ്ങളിൽ കൊടുങ്കാറ്റിൻ്റെ ഊർജമായി തലമുറകൾക്ക് നിറച്ചുവച്ച VS ഇനി വരും പോരാട്ടങ്ങൾക്ക് ചൂടും വെളിച്ചവുമേകാൻ സഖാക്കൾ കുറിച്ചുവച്ച വരികൾ VSന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ഇപ്പോൾ തലസ്ഥാന നഗരപരിധി വിട്ട് ഇപ്പോൾ മംഗലപുരത്തേക്ക് എത്തിയിരിക്കുന്നു. വിലാപയാത്ര ആലപ്പുഴയിലേക്ക് വലിയ ചുടുകാട്ടിലേക്കുള്ള അവസാന യാത്രയിൽ VS നിത്യനിദ്രയിലാണ്. അക്ഷയ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അക്ഷയ, വിലാപയാത്ര നഗരം വിടാൻ എത്ര സമയമെടുത്തു എന്ന് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണുകയാണ്. മഴ പെയ്ത അന്തരീക്ഷമാണ്. സമരാവേശങ്ങളുടെ സമരഭരിതമായ ചരിത്രമുള്ള ആറ്റിങ്ങലിലേക്കാണ് ഇനി എത്തേണ്ടത്. ഓർമുഖങ്ങളിൽ പല പല മുഖങ്ങൾ നമ്മുടെ മുന്നിൽ ചരിത്രത്തിലുണ്ടെങ്കിലും VS എന്ന രണ്ടക്ഷരമത് രാഷ്ട്രീയ കേരളത്തിൻ്റെ സ്മരണകൾ ഇരമ്പുന്ന പോരാട്ടത്തിൻ്റെ പേരായി മാറുന്നു. എത്രത്തോളം വൈകാരികമാണ് അന്തരീക്ഷം ഈ രാത്രി? രതീഷ, കാലവും ചരിത്രവും സാക്ഷിയായി മാറുകയാണ്. VSുമായിട്ടുള്ള വിലാപയാത്ര മംഗലപുരം പിന്നിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു. മംഗലപുരം എത്താൻ വേണ്ടി എടുത്ത സമയം രതീഷ് സൂചിപ്പിച്ച പോലെ നമുക്കറിയാം. എല്ലാ സഖാക്കളും എല്ലാ പാർട്ടി പ്രവർത്തകരും ഒക്കെയും അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള യാത്രയപ്പ് നൽകി അദ്ദേഹത്തിനോട് വിട പറയുകയാണ്. VSനെ കണ്ടോ? നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. കുറേ നേരം കാത്തു രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഇവിടെ നിൽക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു ദിവസം ഫുള്ള് കാത്തിരിക്കുന്ന നമ്മൾ നിൽക്കും. ഇങ്ങനെ പോയ ആലപ്പുഴ എത്തുമായിരിക്കും. നല്ല ലേറ്റാവും. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പാർട്ടി എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കത്തില്ല, അത് നടക്കാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ നമ്മളൊരു 9 മണിക്ക് അവിടെ എത്തും എന്ന് വിചാരിച്ചു. അത് 2 മണിക്കൂർ ലേറ്റായാൽ പോലും ശരിക്കും ആ ഒരു ഇതിൽ നമ്മൾ എത്തുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വെളുക്കും. ഇവിടെയുള്ള ആളുകളും കുറെ പേരെ കാണാനായില്ല, നേരത്തെ അമ്മമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെയുള്ള ആളുകളാണെങ്കിലേ കാണാനായില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവർക്കും കാണാൻ ആവശ്യത്തിന് എല്ലാവർക്കും നിർത്തിക്കൊടുത്ത് എല്ലാ സഹാക്കളും കണ്ടതിന് ശേഷം തന്നെയാണ് സഖാവ് ഇവിടുന്ന് യാത്രയായിട്ടുള്ളത്. ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട്, രാവിലേക്ക് പോകുന്നു. ആറ്റിങ്ങൽ എത്തുമ്പോൾ ഇനി എന്തായിരിക്കും? മംഗലാപുരം കടക്കാൻ തന്നെ ഇത്രയും സമയം വന്നു. ആറ്റിങ്ങൽ എത്തുമ്പോൾ ഇനി കുറച്ചുകൂടി CPMന് സ്വാധീനമുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? തീർച്ചയായും വളരെ ലേറ്റാവും. നാളെ 5 മണിക്കാണ് വെച്ചാൽ നാളെ 5 മണിക്ക് നടക്കത്തില്ല അവിടെ. കാരണം ഇത്രമാത്രം ജനങ്ങളാണ് കാത്തു നിൽക്കുന്നത്. കാരണം 15 വയസ്സായ 10 വയസ്സായ കുട്ടി മുതലേ 90 വയസ്സ് അപ്പൂപ്പൻ വരെ സഖാവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ വളരെ ഈ പറയുന്ന സമയത്തൊന്നും അവിടെ എത്തത്തില്ല, വളരെ ലേറ്റാവും. അതായത് ഇനിയും ഒരുപാട് വൈകും എന്നുള്ളതാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ. കാരണം അത്രമാത്രം ആളുകൾ VSന് അവസാനമായി ഒരു നോക്ക് കാണാൻ വരുന്നുണ്ട്. നേരത്തെയൊക്കെ വാഹനം പതിയായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം അങ്ങനെ പോയില്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് എത്തുന്നത് പിന്നെയും വൈകും. മഴയായിരുന്നു, ആ മഴയൊക്കെ അവഗണിച്ച് കാണാൻ ആളുകളുണ്ടായിരുന്നു. കണ്ടോ VSനെ? കണ്ടു. കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, നല്ലതുപോലെ കാണാൻ പറ്റും. VSനോട് പ്രത്യേക ഇഷ്ടമുള്ള ആളാണ്? ഇഷ്ടമുള്ള ആളാണ്. അന്ന് തൊട്ടേ പാർട്ടി സഹകളാണ്. പാർട്ടി സഹകളാണ്. മുമ്പ് കണ്ടിട്ടുണ്ടോ VSനെ? മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോഴേ മുഖ്യമന്ത്രി ഓഫീസിൽ പോയിട്ടുണ്ട്. അന്ന് VS മുഖ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഓഫീസിൽ പോയിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്താവശ്യമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയെ സമീപിച്ചെന്ന്? പഞ്ചായത്തിൻ്റെ കാര്യമായിട്ട് എന്നാ പോയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഓഫീസിൽ പോയത് നമുക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റി. നമ്മുടെ പഞ്ചായത്തിൻ്റെ നമ്മളെ വാർഡിലേക്ക് പല കാര്യങ്ങളും സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടിയാണ് പോയിട്ടുള്ളത്. എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ് VS എന്നുള്ളതാണ്. അന്ന് പോയി ആ അനുഭവം എങ്ങനെയായിരുന്നു? നമ്മൾ VSൻ്റെ അടുത്ത് പോയി ആദ്യം നമ്മളവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി കണ്ടിട്ടാണ് നമ്മൾ കയറിയത്. പക്ഷേ നമുക്ക് എല്ലാം തുറന്നു പറയാനുള്ള ഒരു മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം പോലെയാണ്. ഒരു ജനനായകനാണ് മന്ത്രി VS. നമുക്ക് തൊഴിലാളികളെയൊക്കെ ഒരു പരിഗണന ഉള്ള മന്ത്രിയാണ് VS. മുൻ പഞ്ചായത്ത് ഭാരവാഹിയൊക്കെയാണ് സംസാരിക്കുന്നത്. അതായത് അവരൊക്കെ പറയുന്നത് VSുമായി അത്രമേൽ അടുത്തിടപഴകാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു VSനോട് സംസാരിക്കുമ്പോൾ. VS എന്ന ജനനായകനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ കൊടിതോരണങ്ങളൊക്കെ ആയിട്ട് VSനെ സ്വീകരിച്ച് അല്ലെങ്കിൽ VSന് അന്ത്യാഭിവാദ്യം നൽകി വിപ്ലവാഭിവാദ്യം മുഴക്കിയാണ് ഇവിടെ നിന്നും VSനെ മംഗലപുരം യാത്രയാക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ അവസാന പാതയിലേക്ക്, തിരുവനന്തപുരത്തിൻ്റെ അവസാനത്തേക്ക്
ആറ്റിങ്ങലൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തിരക്കാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ആളുകൾ അവിടെ കാത്തു നിൽക്കുകയാണെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടു. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ 2:30 മുതൽ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്നാണ്. ഒരുപക്ഷെ വളരെ വേഗം കടന്നു പോകുമോ എന്ന് ചിന്തിച്ചെടുത്താണ്. പക്ഷെ എല്ലായിടത്തും പോകാൻ സാധ്യമല്ലായിരുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ് ഇപ്പോഴും. നേരത്തെ ഉദ്ദേശിച്ച സമയത്തൊന്നും ആലപ്പുഴയിലേക്ക് എത്താൻ കഴിയില്ല എന്ന സംശയമാണ് ഈ നിമിഷത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ആ വികാരമാണ് പങ്കുവയ്ക്കുന്നത്. 100 കണക്കിന് പേർ, 1000 പേർ പ്രിയപ്പെട്ട സഖാവിന് VS അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ദേശീയപാത ഓരത്തേക്ക് എത്തുകയാണ്. VS കാണാനായി, അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തുന്ന എല്ലാവരെയും കാണിച്ച ശേഷം മാത്രമേ പോകുള്ളൂ എന്ന് നേരത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. അതിന് ആ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും വിലാപയാത്ര മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മംഗലപുരത്താണ് വിലാപയാത്ര ഉള്ളത്. ഇനി ചെമ്പകമംഗലത്തേക്ക് എത്തുകയാണ് ദേശീയപാതയിലൂടെ വിലാപയാത്ര. ആറ്റിങ്ങൽ വലിയൊരു ജനസഞ്ചയം തന്നെ VS ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. ആറ്റിങ്ങൽ എന്നത് ഐക്യ കേരളത്തിന് മുന്നേ തന്നെ ആറ്റിങ്ങൽ എന്നത് നമ്മുടെ ദേശത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ ഇടമാണ്. വൈദേശിക ശക്തികൾക്കെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ പേര് കൂടിയാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിന് സ്വാതന്ത്ര്യ സമരത്തിൽ ഈടുറ്റ ചരിത്രമുണ്ട്. വൈദേശിക ശക്തികൾക്കെതിരായ പോരാട്ടത്തിൻ്റെ ഈടുറ്റ ചരിത്രമുണ്ട്. രാജഭരണത്തിൻ്റെതായ ചരിത്രമുണ്ട്. സാധാരണക്കാരൻ്റെ പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയ ദേശമെന്ന ചരിത്രമുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിലാകെ, ഐക്യകേരള രൂപീകരണത്തിന് മുൻപുള്ള ചരിത്രത്തിലാകെ ഇടം പിടിച്ച ആറ്റിങ്ങലിൽ 100 കണക്കിന് പേരാണ് VS അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. ആറ്റിങ്ങലിലേക്ക് അല്പസമയത്തിനകം വിലാപയാത്ര എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കുറച്ച് കിലോമീറ്ററുകൾ മാത്രം അകലെ മംഗലപുരത്താണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വിലാപയാത്ര എത്ര വേഗം കുറഞ്ഞാണ് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. അത്രത്തോളം ആളുകൾ VS ഒന്ന് കാണാൻ വഴിയോരത്ത് കാത്തു നിൽക്കുന്ന എല്ലാവരെയും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവസരം നൽകിയ ശേഷം മാത്രമേ വിലാപയാത്ര മുന്നോട്ട് പോകൂ എന്നാണ് തീരുമാനം.